ഹലോ ഗുഡ് ഈവനിങ്. ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളെ ഡേറ്റ് 14th മെയ് 2026 നാളത്തേക്കുള്ള പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ആണ്. നാളത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് സെൻസെക്സിൽ വീക്കിലി എക്സ്പയറി ആണ്. ഓക്കെ, വീക്കിലി എക്സ്പയറി മാർക്കറ്റിൽ എന്ത് രീതിയിലുള്ള ബിഹേവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മാർക്കറ്റിൽ വോളറ്റാലിറ്റി ഒക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉള്ള ദിവസമാണ് നാളെ. ബട്ട് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ ഇന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ജസ്റ്റ് നമ്മൾ നോക്കുക. അതിനുശേഷം മാർക്കറ്റിൽ നാളെ എന്തൊക്കെ പ്രോബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഇന്നലെ മാർക്കറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ മാർക്കറ്റിൽ നമുക്കൊന്ന് നല്ല എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഈ ഒരു സോണിൽ നിന്നായിരുന്നു നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയ രീതിയിൽ പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ദിവസം. ആൻഡ് ഇപ്പോൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ എക്സാക്ട്ലി മാർക്കറ്റിൽ ഈ ഒരു ട്രെൻഡ്, ഈ ഒരു സിങ്ങിനുള്ള കണ്ടീഷൻ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ, അതായത് ആഫ്റ്റർ ഇന്നത്തെ ഓപ്പണിങ്ങിന് ശേഷം ഈ ഒരു ലോ വരെ മാർക്കറ്റിൽ മാർക്ക് ചെയ്ത് നോക്കുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു, എക്സാക്ട്ലി ഫിബനാച്ചി റീട്രേസ്മെൻറ്റ് എന്നുള്ള രീതിയിൽ മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പരിധിയിലേറെയുള്ള ഞാനിവിടെ പറഞ്ഞ റാൻഡംലി ഇരിക്കുന്ന സെല്ലേഴ്സിനെ മാർക്കറ്റ് പൊസിഷനലി എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അവർ പൊസിഷനലി മാർക്കറ്റിൽ SL ഇല്ല, SL അവൈലബിലിറ്റി സെല്ലേഴ്സിൻ്റെ SL മാർക്കറ്റ് ഓൾറെഡി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടീഷൻ നോക്കുമ്പോൾ മാർക്കറ്റ് വന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഓപ്പൺ റേഞ്ചും അതുപോലെ തന്നെ 75,500 എന്ന റൗണ്ട് നമ്മൾ ഡയറക്റ്റ്ലി ബ്രേക്കൗട്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു ഫെയിലറിലോട്ട് കൺവേർട്ട് ചെയ്തു. റൈറ്റ്, അതിന് ശേഷം മാർക്കറ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ക്ലോസ് ചെയ്തേക്കാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ബയർ ഉണ്ടാവാം മേ ബി മാർക്കറ്റിൽ. ആൻഡ് സെല്ലേഴ്സിന് അധികം പാർട്ടിസിപ്പേഷൻ ടൈം കിട്ടണില്ല, കാരണം ഇങ്ങനെ ഒരു ബ്രേക്കൗട്ട് ചെയ്ത് റീടെസ്റ്റ് അടിച്ചതുകൊണ്ട് സെല്ലേഴ്സ് കയറാൻ ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല. അപ്പം ആ ഒരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടും കറണ്ട് ട്രെൻഡ് നെഗറ്റീവ് ആണ് എന്നുള്ളതും ആൻഡ് മാർക്കറ്റിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ ഫിബനാച്ചി റീട്രേസ്മെൻറ്റ് വരച്ച് നോക്കുമ്പോൾ 0.618%, 0.5% സോണിലോട്ട് വരെ മാർക്കറ്റിൽ ഒരു കറക്ഷൻ നടത്തിയത് കൊണ്ട്, അതായത് ഒരു എന്താ പറയുക മേലോട്ടുള്ള റീട്രേസ്മെൻറ്റ് നടത്തിയതുകൊണ്ട് റാൻഡംലി ഇരിക്കുന്ന സെല്ലർ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ അല്ല, അപ്പോൾ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ അവൈലബിൾ അല്ല. അപ്പം ആ ഒരു കണ്ടീഷൻ മനസ്സിലാക്കി സെല്ലേഴ്സിൻ്റെ SL അവൈലബിലിറ്റി ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് മാർക്കറ്റിൽ ഇങ്ങനെ ഒരു ഡയറക്റ്റ് ബ്രേക്കൗട്ട് ഫെയിലർ നടന്നിട്ടുണ്ട്. ഈ 2-3 കൺഫർമേഷൻ രീതിയിലാണ് നമുക്ക് മാർക്കറ്റിൽ നാളെ സെല്ലിങ്ങിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്രത്യേകിച്ച് നാളെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാർക്കറ്റിൽ വീക്കിലി എക്സ്പയറി ആണ് സെൻസെക്സിൽ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നമുക്ക് മാർക്കറ്റിൽ ഫ്ലാറ്റ്, ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ, സെല്ലിംഗ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ ഒരു പോയിൻ്റ് വിട്ട് മാർക്കറ്റ് ക്വിക്കലി പോസിറ്റീവ് അടിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ നമുക്ക് കുറച്ച് അൺപ്ലാൻഡ് ആണ്. അപ്പോൾ മാർക്കറ്റിലെ കണ്ടീഷൻ നോക്കിയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് രണ്ടാമത്തെ കാര്യം, ക്ലിയർലി നിഫ്റ്റിയിലും സെയിം കണ്ടീഷനാണ്. മാർക്കറ്റ് നമ്മൾ ഹൈ ടു ലോ, ഇന്നത്തെ ലോയും കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഹൈയും എടുത്ത് നോക്കുമ്പോൾ മാർക്കറ്റ് എക്സാക്ട്ലി കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞൊരു കണ്ടീഷനിലോട്ട്, ഈ സോണിലോട്ട് മാർക്കറ്റ് കണ്ടീഷനിലോട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന റാൻഡം സെല്ലേഴ്സും മാർക്കറ്റിൽ ഈ ഒരു സോണ് വരെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ കംപ്ലീറ്റ് മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, ആ സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാക്ട്ലി ഓപ്പൺ റേഞ്ചും 23,500 നിഫ്റ്റിയിലും ഡയറക്റ്റ്ലി ബ്രേക്കൗട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ഫെയിലർ കൺവേർഷൻ പോലെ റീടെസ്റ്റ് കൊടുത്ത് മാർക്കറ്റ് അടിയിലോട്ട് ക്ലോസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് മാർക്കറ്റിൽ ഇത് വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റിൻ്റെ കറൻറ്റ് ട്രെൻഡ് ഹൈലി നെഗറ്റീവ് ആയതുകൊണ്ടും മാർക്കറ്റ് നാളെ വീക്കിലി എക്സ്പയറി സെൻസെക്സിൽ ഉണ്ടായതുകൊണ്ടും കണ്ടീഷൻ മാർക്കറ്റിൽ റാൻഡം സെല്ലേഴ്സിൻ്റെ SL മാർക്കറ്റ് റീട്രേസ്മെൻറ്റ് എടുത്തിട്ട് ഓൾമോസ്റ്റ് SL പൊസിഷൻസോടെ ക്ലോസ്ഡ് ആയതുകൊണ്ടും അപ്പോൾ ഈ ട്രെൻഡ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ള രീതിയിൽ നാളെ നമുക്ക് സെല്ലിംഗ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഫ്ലാറ്റ്, ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ മാർക്കറ്റിൽ നമുക്ക് സെല്ലിംഗ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനൊരു കണ്ടീഷൻ നോക്കാം. സെയിം കണ്ടീഷനാണ് നമുക്ക് എവിടെ ബാങ്ക് നിഫ്റ്റിയിലും സിമിലർ കണ്ടീഷനാണ്. മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടായിരുന്ന റാൻഡം സെല്ലേഴ്സിനെ മാർക്കറ്റ് കംപ്ലീറ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, പൊസിഷനിൽ എക്സിറ്റ് നടന്നിട്ടുണ്ട്. അപ്പം മേലോട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ ആളില്ല. പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഡയറക്റ്റ് ബ്രേക്കൗട്ട് 54,000 നടന്നിട്ട് അവിടെ നിന്ന് എക്സാക്ട്ലി മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു ഫെയിലർ കൺവേർഷൻ നടത്തി ക്ലോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അഥവാ സെല്ലർ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഇനിയും പ്രഷർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ എന്തെങ്കിലും സംതിങ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ബാങ്ക് നിഫ്റ്റിയുടെ കേസ് മാത്രമേ ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ മാർക്കറ്റിൽ കണ്ടിന്യൂ ചെയ്യുക. മാർക്കറ്റിൽ നാളെ വീക്കിലി എക്സ്പയറി ആണ് സെൻസെക്സിൽ. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് ഫ്ലാറ്റ്, ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ, സെല്ലിംഗ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ എൻട്രീസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആൻഡ് എൻട്രി റൂൾസിനെ കുറിച്ച് ഞാൻ പിന്നീട് വീഡിയോ ചെയ്യുന്നുണ്ട്, അടുത്ത വീക്കിൽ നോക്കട്ടെ, അതിന് പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ. ഓക്കെ, സോ സീ യു ഗൈസ് ടുമാറോ, ബൈ.